ജൂൺ മാസത്തിൽ തന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട മലയാളം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ഘർ. തലവൻ എന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ മുൻനിര നടന്മാരുടെ ഘർ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ സിനിമ തിയേറ്ററുകളിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണല്ലോ. സിംഹവും ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങി കുറച്ചധികം താരനിര ഭാഗമായ ഈ ഒരു കോമഡി എന്റർടൈനർ സർവൈവൽ ത്രില്ലർ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളം സിനിമകളിലെ മറ്റെല്ലാ സിനിമകളുടെ ആകെ കളക്ഷൻ നോക്കിയാൽ അതിനേക്കാൾ മുകളിലായിരിക്കും ഘർ എന്ന സിനിമയുടെ കളക്ഷൻ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 30 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 60 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ ആദ്യ ദിവസം തന്നെ പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഒരു ഡീസന്റ് കളക്ഷൻ മാത്രമേ അപ്പോഴും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. വേൾഡ് വൈഡ് കളക്ഷൻ അതേസമയം 1 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. എന്തായാലും നാളെ വരാനിരിക്കുന്ന സിനിമയുടെ ഡീറ്റെയിൽ കളക്ഷനായിട്ട് കാത്തിരിക്കൂ. നല്ല അഭിപ്രായങ്ങളല്ല സിനിമ നേടിയെടുത്തതെങ്കിൽ പോലും കഴിഞ്ഞ മണിക്കൂറിൽ പോലും സിനിമയ്ക്ക് 1000-ൽ പരം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത 2 ദിവസങ്ങൾ കൂടി ശനി ഞായർ ദിവസങ്ങളിൽ ഇന്നത്തെ ഇതിന് സമാനമായ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ മോശമല്ലാത്തൊരു കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെടുമോ എന്ന് കൂടി നാം ഉറ്റുനോക്കുന്നു. സൗത്ത് ആഫ്രിക്കയിലടക്കം ചിത്രീകരണം നടന്ന സിനിമയ്ക്ക് നല്ലൊരു ബഡ്ജറ്റ് ഉണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. കൃത്യമായ ബഡ്ജറ്റ് റിപ്പോർട്ട് നിലവിൽ ലഭ്യമല്ല എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടാകും. അപ്പോൾ കാത്തിരിക്കൂ ഘറിന്റെ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.